ഒരുങ്ങണം. ഇന്ന് ഞാൻ ഉപവാസത്തിനെ പറ്റിയാണ് സംസാരിക്കാനായി പോകുന്നത്. ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാനായി പോകുന്നത്. എങ്ങനെ നമുക്ക് ഉപവസിക്കാനായി കഴിയും? ഇപ്പോൾ ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടമ്മമാരായിരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണം, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ സമയത്തേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങളും അത് പഠിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്താട്ടെ. ഈ മാസം കഴിയുന്നവരൊക്കെ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ വേർതിരിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ചിന്ത ഭക്ഷണം വെടിയുക എന്നുള്ളതാണ്. ഉപവാസത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം കടന്നു വരുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാത്തിനേക്കാൾ ഉപരി ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക. ഭക്ഷണമോ മറ്റ് വ്യക്തികളോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ തടസ്സപ്പെടുത്താൻ പാടില്ല. അതാണ് അതിലേറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് ഒന്നും കഴിയുന്നിടത്തോളം നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം വർജിക്കുന്നത്, മറ്റ് വ്യക്തിബന്ധങ്ങളെ നമ്മൾ അകറ്റി നിർത്തുന്നത്, സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉൾവലിയുന്നത്. എല്ലാത്തിൻ്റെയും പ്രധാനമായ കാരണം നമ്മൾ ദൈവമുഖം അന്വേഷിക്കാനായി തയ്യാറെടുക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി ഫാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് തുടങ്ങാത്തവർക്ക് ഫാസ്റ്റ് ചെയ്യണ്ടേ? തീർച്ചയായും വേണം. നമ്മൾ ബൈബിളിലേക്ക് വന്നാൽ യേശു ഉപവാസത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായി കഴിയും. 2 ഭാഗങ്ങളിൽ പുതിയ നിയമങ്ങളിൽ 2 മത്തായിയിലും ലൂക്കോസിലും അത് വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ചു എന്നും ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നും അവിടെ പറയുന്നുണ്ട്. മത്തായി 4-ാം അധ്യായം 1-ാം വാക്യം മുതലും ലൂക്കോസ് 4-ാം അധ്യായം 1-ാം വാക്യം മുതലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ലൂക്കോസ് 4:1 വായിക്കുമ്പോൾ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്ന് കാണാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 4 വായിക്കുമ്പോൾ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവ് ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാനായി കഴിയും. 2ലും ചെറിയൊരു വ്യത്യാസവും കാണാനായിട്ട് കഴിയുന്നുണ്ട്. 2ലും പറയുന്ന ഒരു കാര്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ആത്മാവ് പ്രേരിപ്പിച്ചെടുക്കുന്ന ഉപവാസങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ആത്മാവിൻ്റെ പ്രേരണ ഇല്ലാതെയും നമ്മൾ ഉപവസിക്കേണ്ടവരാണ് തീർച്ചയായിട്ടും. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാല സമയങ്ങളിൽ ഉപവസിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ലായിരുന്നു. എങ്കിലും ഞാനൊരു തീരുമാനമെടുത്ത് ഉപവസിക്കാനായിട്ട് എനിക്ക് 21 ദിവസം ഉപവസിക്കണം എന്ന് ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു ആദ്യമായി ഉപവാസം തുടങ്ങിയത്. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരേ ഒരു കാര്യം എനിക്ക് അറിയാമായിരുന്നത് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും കൂടെ ഇരിക്കണമെന്നൊന്നും അന്ന് പറഞ്ഞു തരാനായിട്ട് ആരുമില്ല. പക്ഷേ എൻ്റെ ഇളയ കുഞ്ഞിന് 3 മാസം പ്രായമുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ആദ്യം ഉപവസിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഒരു അമ്മയുടെ ജോലി എന്തോരായിരിക്കും എന്നല്ലേ. എപ്പോഴും കുഞ്ഞ് കരയും, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. എല്ലാറ്റിൻ്റെ ഇടയിലാണ് ഞാൻ ഉപവസിക്കാനായിട്ട് തീരുമാനിച്ചത്. അന്ന് ഉപവസിക്കുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈം ആണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനന്ന് അകപ്പെട്ടു പോയിരിക്കുമായിരുന്നു. എല്ലാ മനുഷ്യരും തള്ളി, പിശാച് പരീക്ഷിച്ച് ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ
വേറൊരു വഴി ഒന്നുമില്ല എന്നുള്ള ഒരു നിലവാരത്തിലായി. എല്ലാ സൈഡുകളിലും വാതിലുകൾ അടഞ്ഞ് മുകളിലേക്കുള്ള ഒരു വഴി മാത്രം ഓപ്പൺ ആയിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നു എന്ന് ഞാൻ പറയുന്ന കേൾക്കാനായിട്ട് ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്നും സംസാരിക്കുന്നുണ്ട്. അന്യഭാഷ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ദൈവത്തോടുള്ള സംസാരം, ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഞാൻ കേൾക്കാനായി തുടങ്ങിയ സമയത്താണ് എനിക്കൊരാഗ്രഹം ഉണ്ടായി. ഏതായാലും ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉപവാസം തുടങ്ങിയത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ഉപവസിക്കണമെന്ന് ബൈബിളിൽ ഒരിടത്തുമില്ല. പരിശുദ്ധാത്മാവിനെ ദൈവം അന്ത്യകാലത്ത് സകല ജഡത്തിനു മേലും പകരും. ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദാനമാണ്. ഇതെല്ലാ മക്കൾക്കും ദൈവം കൊടുക്കുന്നതാണെന്നാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എനിക്ക് അന്യഭാഷ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണം, എനിക്ക് ദൈവത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ 21 ദിവസം ആദ്യമായിട്ട് ഉപവസിക്കുവാണേ. ഒരു ദിവസമോ 2 ദിവസമോ ഒന്നുമല്ല ഉപവസിക്കാൻ തീരുമാനിച്ചത്. 21 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കുഞ്ഞിനെ ഉറക്കി കിടത്തി. കുഞ്ഞ് ഉറങ്ങുമ്പോഴെല്ലാം ഞാൻ ഓടി ദൈവസന്നിധിയിലേക്ക് വരും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, കരയും, പ്രാർത്ഥിക്കും, കരയും. ഇത്രയേ ചെയ്യത്തുള്ളൂ. ബൈബിളൊന്നും വായിക്കത്തില്ലായിരുന്നു ആദ്യത്തെ ഉപവാസത്തിന്. പ്രാർത്ഥിക്കുക, കരയുക, പാട്ടുപാടുക, കരയുക, ഇത്രയുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒറ്റ കാര്യം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവിനെ തരണേ അപ്പാ, പരിശുദ്ധാത്മാവിനെ തരണേ, പരിശുദ്ധാത്മാവിനെ തരണേ. 21 ദിവസവും എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതായിരുന്നു. ഹല്ലേലൂയ. 21 ദിവസവും പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാക്ഷ്യം, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, അന്യഭാഷ കിട്ടിയില്ല. ഞാൻ സങ്കടത്തോടെ വീണ്ടും വീണ്ടും കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസവും ഞാൻ കയറി ഫാസ്റ്റിംഗ് അവസാനിപ്പിച്ചില്ല. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ 22-ാം തീയതി 22-ാമത്തെ ദിവസം ഒരു 2 മണി 3 മണിയോട് അടുക്കുന്ന സമയമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഉച്ച സമയം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അമിതമായ ശക്തി എന്നിലേക്ക് ഇറങ്ങി വരികയും ഞാൻ അറിയാത്ത ഒരു ഭാഷ ഞാൻ അന്ന് സംസാരിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ഉപവാസത്തിൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്. CSI ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഉപവാസം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. എങ്ങനെ ഉപവസിക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. അടുക്കും ചിട്ട ഉപവാസത്തിനുണ്ടോ എനിക്കറിയില്ല. എനിക്കാകെ അറിയായിരുന്നത് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. കർത്താവ് പറഞ്ഞല്ലോ, ചോദിക്കുന്നവൻ ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുന്നു. ഉപവാസം എന്ന് പറയുന്നത് ഒരു നോക്കിംഗ് റലമാണ്. അതങ്ങ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റലമാണ് ഉപവാസം എന്ന് പറയുന്നത്. വെറുതെ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നതാണ്. പിന്നെ അതിൽ കഴിഞ്ഞ് അന്വേഷണത്തിലേക്ക് വരുന്നു. പിന്നാണ് ഈ മുട്ടൽ വരുന്നത്. ഈ മുട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം പിന്നെ തുറക്കാതിരിക്കത്തില്ല. അതാണ് അതിൻ്റെ കാര്യമെന്ന് പറയും. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ അന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് 22-ാമത്തെ ദിവസമാണ് ഞാൻ ആത്മാവിനാലെ നിറയുന്നത്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായും അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്, അതിൻ്റെ മറുപടി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നാളുകളായി പല വിഷയത്തിനും പ്രാർത്ഥിക്കുകയാണ്, ഒന്നും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫാസ്റ്റ് ആൻഡ് പ്രേ. ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ 21 ദിവസം കഴിഞ്ഞ് ഉടനെ ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. തീർച്ചയായും നിങ്ങളുടെ ഉപവാസം ആത്മമണ്ഡലത്തിൽ ഒരു ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ടാവും. അത് വരുന്ന ദിവസങ്ങളിലേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്കതിനെ തെളിവാക്കി തരും. ഞാൻ അന്ന് ആദ്യമായി ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റ് ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. പക്ഷേ വെള്ളം ഞാൻ കുടിച്ചിരുന്നു. ഹല്ലേലൂയ.
അപ്പോൾ കർത്താവ് ഇവിടെ നമുക്ക് വായിക്കാനായി കഴിയുന്നത് രാവും പകലും കർത്താവ് ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്ത ലെവലുകളിൽ ജീവിക്കുന്നവരുണ്ടാകാം, ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് രാവും പകലും ഉപവസിക്കാനായിട്ട് ഒരുപക്ഷെ സാധ്യമാകുകയില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് ജോലിക്ക് പോകണമെന്നൊക്കെ ഉള്ളവരാണ്, രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഒരു 2 മണിക്കൂർ കണ്ടെത്തുക. ഫാസ്റ്റിംഗ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ കുറച്ച് സമയം ഉച്ചവരെയൊക്കെ ഫാസ്റ്റ് ചെയ്താൽ മതിയാവുമെന്ന് ഞാൻ പറയും. കാരണം പിന്നെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഫാസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകില്ല. നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, പക്ഷേ നമ്മളെല്ലാ ജോലിയും ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഓഫീസിൽ പോയി ഓഫീസ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകുന്നില്ല. ഫാസ്റ്റിംഗ് ആണെന്ന് വേണേ പറയാം, പട്ടിണിയാണ് ഞാനെന്ന് വേണേ പറയാം. പക്ഷേ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിയായ ഒരു അർത്ഥതലത്തിലേക്ക് വരണമെങ്കിൽ നമ്മളെല്ലാം വെടിഞ്ഞ് കർത്താവ് മരുഭൂമിയിലേക്ക് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു ശല്യവും ഇല്ലാതിരിക്കുന്ന ഒരിടത്തേക്ക് നമ്മൾ മാറുക. ഹല്ലേലൂയ. ഒരു ശല്യവും നമുക്ക് ഉണ്ടാകാതിരിക്കണം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന അനുഭവമാണ്. കാരണം നമ്മൾ ദൈവ സാന്നിധ്യം അന്വേഷിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുക. അന്നേരം മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മൾ ലോകത്തിലെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ വേണ്ടാത്തതെല്ലാം നമ്മൾ മാറ്റിവെക്കുക. വേണ്ടാത്തതല്ല, ഒരുപക്ഷെ നമുക്ക് വേണമെന്നുള്ളതായിരിക്കാം, എങ്കിലും നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ദൈവത്തോട് കൂടെ ഇരിക്കുന്ന സമയത്ത് എല്ലാം നമ്മളിൽ നിന്ന് മാറ്റണം. ഹല്ലേലൂയ. മാറ്റാൻ പറ്റുന്നതെല്ലാം, നമ്മുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ, നമ്മുടെ ഹോബീസ് ഉൾപ്പെടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ മാറ്റി വെച്ചിട്ടായിരിക്കണം ദൈവസന്നിധിയിലേക്ക് ഇരിക്കേണ്ടത്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് ഈവനിങ് ടൈം നിങ്ങൾ വരുമ്പോൾ ജോലികളെല്ലാം തീർത്തിട്ട് രാത്രി സമയങ്ങളിൽ വേണമെങ്കിൽ ഫാസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വൈകുന്നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് രാത്രി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. ഉച്ചവരെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർക്ക് 12 മണി വരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഉച്ചവരെ ദൈവസന്നിധിയിൽ ഇരിക്കാം. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫുഡ് കഴിക്കാമല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല പ്രായത്തിലുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കർത്താവിന് നമ്മുടെ സാഹചര്യങ്ങളെ അറിയാം. നിങ്ങൾക്ക് പറ്റുന്ന സമയം എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ ഇരിക്കുക. നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക മണ്ഡലത്തിന് അതൊരു വലിയ വെല്ലുവിളിയാണ്. ഹല്ലേലൂയ. അത് ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അതിനകത്ത് ലൂക്കോസിൽ വായിക്കുമ്പോൾ പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു എന്ന് കാണാം. എന്നാൽ നമ്മൾ മത്തായിയിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കാണുന്നില്ല, ഒടുവിൽ പരീക്ഷിച്ചതായിട്ടാണ് കാണുന്നത്. എങ്കിലും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, താൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഹെവൻലി റെലംസ് ഓപ്പൺ ആയിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ധകാര മണ്ഡലവും ദൈവത്തിൻ്റെ ദൂതന്മാരും തമ്മിൽ പല സമയത്തും ഏറ്റുമുട്ടൽ ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നാവിലൂടെ വരുന്നത് പിടിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മുടെ വാക്കുകൾ ദൂതന്മാർക്ക് ശക്തി കൊടുക്കുകയും അവർ പൈശാചിക ശക്തികളോട് പോരാടുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓരോ ഫാസ്റ്റിങ്ങിലും നമുക്ക് അധികാരങ്ങൾ ലഭിക്കുവാണ്. ഹല്ലേലൂയ. ശക്തി ലഭിക്കുവാണ്. എന്തിൻ്റെ മേലുള്ള ശക്തിയാണ്? പിശാചിനെ തോൽപ്പിക്കാനുള്ള ശക്തി ആർജിക്കേണ്ടത് ഈ ഫാസ്റ്റിങ്ങിലാണ്. ഹല്ലേലൂയ. അതൊരു നോർമൽ പ്രയറിൽ നമുക്ക് ലഭിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്? കർത്താവ് ഒരിക്കൽ ദുരാത്മാവിനെ പുറത്താക്കുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാം കൂടി അങ്ങ് കിണഞ്ഞ് ശ്രമിക്കുവാണ്, പുറത്താകുന്നില്ല. ഇത് തീയിലും വെള്ളത്തിലും ഒരു കുഞ്ഞിനെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ്. കർത്താവ് അവരെ അവിശ്വാസത്തെ ശാസിച്ചിട്ട് ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഞാൻ പല ഡീമോണിക് സ്പിരിറ്റുകളുമായിട്ട് എൻകൗണ്ടറിൽ ഏർപ്പെട്ടിട്ടുള്ള സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ സ്പിരിറ്റുകളെയും കൈകാര്യം ചെയ്യാൻ നമുക്ക് ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന വേണമെന്നില്ല. പക്ഷേ ഹൈ റാങ്കിങ്ങിലുള്ള സ്പിരിറ്റുകളെ ജയിക്കാൻ നമുക്ക് ഉപവാസ പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. കുഞ്ഞു കുഞ്ഞു ഭൂതത്തെ ഒന്ന് ഓടിക്കാൻ
അത്രയും ബലത്തോടു കൂടിയുള്ള ഉപവാസമൊന്നും നമുക്ക് ആവശ്യമില്ല. കർത്താവ് പറയും, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ ഓടിക്കും. ഈവിൽ സ്പിരിറ്റുകൾ, ലോ റാങ്കിങ് സ്പിരിറ്റുകളൊക്കെ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുമ്പോൾ അത് പുറത്താകും. അത് ഏതൊരു വിശ്വാസിക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ദൈവാധികാരം നൽകിയിരിക്കുന്ന ഏതൊരു വിശ്വസിക്കുന്നവർക്ക് അത് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഒരു ഡെലിവറൻസ് ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസനോ ദൈവദാസിയോ അല്ലെങ്കിൽ നിങ്ങളെ ദൈവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അനേകം മക്കളുടെ കണ്ണുകളെ തുറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് സുവിശേഷം പറയാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കാരണം സുവിശേഷം പറഞ്ഞൊരു വ്യക്തിയുടെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാ മക്കളും തന്നെ ഇന്ന് പൈശാചിക ബന്ധനത്തിലാണ്. ഞാൻ ഒത്തിരി പേരെ കാണുന്നവരെല്ലാവരും അവരെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ കർത്താവിനെ അറിയുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ സോൾ റലങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ബന്ധനം ആവേണ്ട സ്ഥലത്ത് പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുവാണ്. പരിശുദ്ധാത്മാവിനാലാണ് അവർ ബന്ധിക്കപ്പെടേണ്ടത്, പിശാചിനാലല്ല. അപ്പോൾ അവരുടെ ആ സോൾ റലങ്ങളിൽ കിടക്കുന്ന ദുഷ്ടശക്തികളെല്ലാം തകർത്ത് അവരൊക്കെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമുക്കതിനുള്ള ഒരു ശക്തിയും അധികാരവും ബലവും ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിശാചിൻ്റെ തല തകർക്കപ്പെടുകയാണ്. നോർമൽ പ്രയറിനേക്കാൾ ഏറെ അവൻ ഉപവാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനകളെ പേടിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പല പൈശാചിക റലങ്ങളെയും ജയിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ പല സ്പിരിച്വൽ റലങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല ആത്മമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും ഒക്കെ അപ്പുറത്താണ് കാര്യങ്ങൾ. നമുക്ക് പിശാചിൻ്റെയും അവൻ്റെ കൂട്ടാളികളെയും ജയിക്കണമെങ്കിൽ ഓരോ ദിവസവും അതിൻ്റേതായുള്ള ശക്തി ധരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ കർത്താവ് അവിടെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ സകല പൈശാചിക മണ്ഡലങ്ങളെയും താൻ ജയിക്കുകയായിരുന്നു ഫാസ്റ്റിങ്ങിലൂടെ, ആത്മാവിൽ യുദ്ധം ചെയ്ത്. പിന്നെ അവനെ ഒഴിവാക്കാൻ ഈസിയാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഒടുവിലേക്ക് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 4:14, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ ആത്മാവിൻ്റെ നിറവോടെയാണ് കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത്. എന്നാൽ ഫാസ്റ്റിങ്ങിന് ശേഷം പറയുന്നു ആത്മാവിൻ്റെ നിറവോടെ എന്നല്ല, ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങിച്ചെന്നു എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവ് വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വേണം. ഹല്ലേലൂയ. അത് നമ്മൾ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ ധരിക്കണമെങ്കിൽ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ, ആദ്യമായിട്ടൊക്കെ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നവർ ഞാൻ പറയില്ല 21 ദിവസവും നിങ്ങൾ ഒരുമിച്ച് ഉപവസിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം കൃപ തരുന്നത് പോലെ ആദ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നവർ ഒരു 3 ദിവസം നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ജോലിക്ക് പോകുന്നവർ ലീവ് 3 ദിവസം കിട്ടുമെങ്കിൽ ഡിസംബറിൽ സന്തോഷത്തോടെ ലീവ് എടുക്കുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ ലീവ് എടുത്തിട്ട് 3 ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക സഹോദരങ്ങളെ. ഹല്ലേലൂയ. 3 ദിവസം സന്തോഷത്തോടെ ലീവ് എടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഇരിക്കുക. അത് വ്യർത്ഥമല്ല, അത് വേസ്റ്റ് അല്ല. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുകളെ നിങ്ങൾ അഴിക്കും, നിങ്ങളുടെ ദേശത്തിൻ്റെ കെട്ടുകളെ നിങ്ങൾ അഴിക്കും, രാജ്യങ്ങളുടെ കെട്ടുകളെ അഴിക്കാൻ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരിക്കലും ഫാസ്റ്റിംഗ് വേസ്റ്റ് അല്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞ് നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ നിയന്ത്രിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ജഡം പറയും നിങ്ങളോട് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ പറയും വേണ്ട വേണ്ട വേണ്ട, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാണ്. നമ്മൾ ജഡത്തെ ജയിക്കുക, ശരിയല്ലേ? ശരീരം എന്ത് പറയും? നിങ്ങൾക്കങ്ങനെ ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ ഉണ്ടാകാറുണ്ട്. അതിനെല്ലാം ഞാൻ ജയിക്കുന്നതാണ്. എൻ്റെ വയറ് വിശക്കുമ്പോൾ എൻ്റെ ആമാശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തലച്ചോറിനോട്, വേഗം ഭക്ഷണം കഴിക്കുക. അപ്പോൾ എൻ്റെ മനസ്സ് എന്ത് പറയും? ഭക്ഷണം കഴിക്കുക. എന്നാൽ ആത്മാവ് പറയും ഇല്ല, ആത്മാവിൻ്റെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, സ്വർഗീയ മന്ന കഴിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കഴിയുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ രാവിലെ
ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരങ്ങനെ, രാത്രി ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരങ്ങനെ. എങ്ങനെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്താൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 2 മണിക്കൂറാണ് ഫാസ്റ്റ് ചെയ്യുന്നെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ആരാധിക്കുക ദൈവത്തെ. ഹല്ലേലൂയ. അത് ചെയ്താൽ മതി. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഞാൻ നിശ്ചയമായും പറയാം, ഫാസ്റ്റിങ്ങിന് ശേഷം നിങ്ങളുടെ സ്ഥിതി മുമ്പിലത്തതുപോലെ ആകത്തില്ല. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ വലിയ മാറ്റം വരും. ഞാൻ 2ാമത്തെ പ്രാവശ്യം ഉപവസിക്കുന്നത് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഉപവസിച്ച് പ്രാർത്ഥിക്കാതെയും ദൈവശബ്ദമൊക്കെ കേൾക്കുന്നവരുണ്ട്. എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ട് അറിയില്ല. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ദൈവം സംസാരിക്കാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും ദൈവം സംസാരിക്കും. 2ാമത് ഞാൻ ഉപവസിക്കാനായി തീരുമാനിച്ചത് ദൈവശബ്ദം കേൾക്കാനായിട്ടാണ്. 2ാമത്തെ കാര്യം, എൻ്റെ വിളി അറിയണം. ഇതിനാണ് ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൻ്റെ ശബ്ദം കേൾക്കണം. എന്തിനാ കർത്താവ് എന്നെ വിളിച്ചേ അത് പറയണം. കർത്താവ് എന്നോട് വചനങ്ങളിലൂടെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കതുകൊണ്ട് തൃപ്തിയില്ല. പലരിലൂടെ പറഞ്ഞാലും കർത്താവേ അപ്പൻ എന്നോട് പറയണം, എനിക്ക് അപ്പൻ്റെ ശബ്ദം കേൾക്കണം. ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് തിരിച്ചറിയുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് വേണം? വ്യാഖ്യാനപരം വേണം. ഇതൊക്കെയാണ് എൻ്റെ വിഷയം. ഞാൻ ഒരിക്കൽ പോലും ഭൗതിക കാര്യത്തിന് ഉപവസിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് പറയുക കേട്ടോ, ഉപവസിച്ചിട്ടില്ല ഇതുവരേക്കും ഇല്ല. ഭൗതിക കാര്യങ്ങളിൽ ദൈവം വിടുതൽ നൽകിയെന്ന് ഞാൻ വിശ്വസിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഭൗതിക കാര്യങ്ങളിൽ വിടുതൽ നൽകിയതായി ഞാൻ വിശ്വസിച്ചിട്ട് ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഞാൻ ദൈവശബ്ദം കേൾക്കണം, വ്യാഖ്യാനം വേണം, എൻ്റെ കോളിംഗ് എനിക്കറിയണം. ഇതായിരുന്നു 2ാമത്തെ ഫാസ്റ്റിംഗ്. അതിന് ഞാൻ തീരുമാനിച്ചത് 1 മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം തിരഞ്ഞെടുത്തു. 1ാമത്തെ ദിവസം മുതൽ എപ്പോഴാണോ ദൈവം എന്നോട് സംസാരിക്കുന്നത് അതുവരെ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതൊരു കഠിന തീരുമാനമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ഈ മാസം 30 ദിവസമുണ്ട്. 30 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് എൻ്റെ വിശ്വാസം പറഞ്ഞത് കേട്ടോ. രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞില്ലേ, ഞാൻ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുമ്പോൾ സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടല്ലയോ പോയി തൊട്ടത്. ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് പറഞ്ഞു തൊട്ടു. അതുപോലെ ഞാനും അങ്ങ് എൻ്റെ വിശ്വാസം പറഞ്ഞിട്ട് ഞാൻ ഫാസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. ഫാസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അന്നേരം ഞാൻ ഈവനിങ് ടൈമിൽ ഭക്ഷണം കഴിച്ചിരുന്നു. 6 മണി വരെയായിരുന്നു ഫാസ്റ്റിംഗ് ചെയ്തത്. രാവിലെ മുതൽ 6 മണി വരെ. വൈകിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. വൈകിട്ട് ഒറ്റ നേരത്തെ ഭക്ഷണവും ബാക്കി സമയം പ്രാർത്ഥനയും. ഇങ്ങനെയായിരുന്നു മുന്നോട്ട് പോയത്. ആ സമയത്ത് ഞാനൊരു പ്രെയർ ടവറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാൻ, ഒരു പ്രാർത്ഥനാ ഗോപുരത്തിൽ അഭിഷേകമൊക്കെ പ്രാപിച്ച ശേഷം അവിടെ എനിക്ക് ആഴ്ചയിൽ 1 ദിവസം അവിടെ പോകണം. അവിടെ എൻ്റെ ഡ്യൂട്ടിയാണെന്ന്. അന്ന് വരുന്നവരെ ശുശ്രൂഷിക്കുക, അന്ന് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ആഴ്ചയിൽ 1 ദിവസം ഞാൻ പോകണം. അപ്പോൾ അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. വേറൊന്നുമല്ല, വചനം പറയുന്ന ഒന്നുമല്ല, അവിടെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ വിഷയം കേൾക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് എൻ്റെ അന്നത്തെ ജോലി. അപ്പോൾ ഞാൻ കുഞ്ഞിത്തിരി കൂടെ മുതിർന്നു. അപ്പോൾ മോളെ ഞാൻ കൊണ്ടുപോയി അംഗൻവാടിയിലാക്കി. കുഞ്ഞുകുട്ടിയാണ്, 1.5 വയസ്സൊക്കെ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നേരം അവളെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം, അപ്പോഴൊന്നും സാധാരണ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാറില്ല ആരും. 2.5-3 വയസ്സായിട്ടേ ആക്കാറുള്ളൂ. കാരണം എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്, എനിക്ക് ദൈവവേല ചെയ്യണമെന്നുള്ളത് കൊണ്ട് കുഞ്ഞിനെ ഞാൻ അവിടെ ആക്കിയിട്ടാണ് ഞാനീ പോകുന്നത്. ആ ദിവസങ്ങളിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പോയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാൻ ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 1ാമത്തെ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 21 കഴിഞ്ഞു. അങ്ങനെ 30 ദിവസത്തിലേക്ക് കടന്നു വന്നു. ഞാനൊന്നും കേൾക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 30 ദിവസമായിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഞാൻ ഫാസ്റ്റിംഗ് നിർത്താനായിട്ട് തീരുമാനിക്കുന്നില്ല. ഈ മാസം എന്തായാലും കർത്താവ് എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത മാസം ദൈവം എന്നോട് സംസാരിക്കുമായിരിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് എനിക്ക് പ്രെയർ ടവറിൽ പോകേണ്ട എൻ്റെ ദിവസമാണ്. അപ്പോൾ എനിക്കന്ന് പോകാനായിട്ടുള്ള കാശൊന്നുമില്ല. ഓട്ടോ പിടിച്ച് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് പോകണം. 500 രൂപയിലധികം കൊടുത്താലേ പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാശൊന്നുമില്ല. ഞാൻ പോയി കാശ് കടം വാങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം.
എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേർക്ക് ആരാധനയ്ക്ക് പോകാൻ നിവൃത്തിയില്ലാത്തൊരു ഒരുപക്ഷെ ഉണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആരാധനയ്ക്ക് പോകാൻ, ശുശ്രൂഷിക്കാൻ കയ്യിലൊന്നും എടുക്കാനായിട്ടില്ലായിരുന്നു. ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് പോകാനായിട്ടുള്ള കാശില്ല. ഹല്ലേലൂയ. ബസ്സിൽ പോകാനായിട്ട് എനിക്ക് കഴിയത്തില്ല. കാരണം കുഞ്ഞിനെ ആക്കണം, കുഞ്ഞ് നിലവിളിക്കുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചു വരണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ അന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോകാനുള്ള കാശ് എൻ്റെ കർത്താവ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അന്ന് ഒരു സമയത്ത് ഒരു നിവൃത്തിയുമില്ലാതെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവരെ പോയി ആരോടും പറയില്ല ഞാൻ കാശ് മുടക്കി കഷ്ടപ്പെട്ട് വന്നതാണെന്നോ എനിക്ക് കഷ്ടതയുണ്ടെന്നോ ഒന്നും ഞാൻ ആരോടും പറയാറില്ല. എല്ലാം എൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് എനിക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൻ്റെ അപ്പനെ സേവിക്കണം, അപ്പനെ സേവിക്കണം, അപ്പനെ സേവിക്കണം, അപ്പന് വേണ്ടി ജീവിക്കണം, അപ്പന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്യണം. ഇത് മാത്രമേ എൻ്റെ ഹൃദയത്തിലെന്ന് ആഗ്രഹമുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല എന്താണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ആ പ്രെയർ ടവറിലേക്ക് പോയി. അവിടെ ഒത്തിരി വിഷമത്തോടെ ഇരിക്കുവാണ്. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതാണ്. കാരണം ഫാസ്റ്റിങ്ങിൻ്റെ ഒടുവിലത്തെ ദിവസം കഴിഞ്ഞു, 30 ദിവസം കഴിഞ്ഞു. അങ്ങനെ ഒരു സങ്കടത്തിലിരിക്കുവാണ്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മാസത്തിൽ 31 എന്നൊരു ദിവസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 31 എന്നൊരു ദിവസമുണ്ട്. അന്നാണ് ആ ദിവസം. ഞാൻ ഈ ഡേറ്റുകൾ പോലും അറിയുന്നില്ല. കാരണം ഞാൻ ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഡേറ്റ് പോലും അറിയാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സമയം, ഡേറ്റ് ഇതൊന്നും പലപ്പോഴും എൻ്റെ മനസ്സിനകത്ത് വരാറേ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പോകുമ്പോൾ എനിക്ക് മനസ്സിലായി അത് ആ മാസത്തിൻ്റെ 31ാമത്തെ ദിവസമാണെന്ന് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കുവാണ്. കാരണം ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ അങ്ങ് മനസ്സിൽ പറയുകയാണ്. ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസത്തിലേക്ക് ഉപവാസം മാറ്റാം, ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആകസ്മികമായിട്ട് ഒരു കർത്താവിൻ്റെ ദാസന് അവിടെ ആ ഒരു പ്രെയർ ടവറിലേക്ക് കടന്നു വരാനായിട്ടിടയായി. അപ്പോൾ ആ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ദുരാത്മാക്കളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടെ ആയിരിക്കുന്ന ലീഡേഴ്സ് അല്ലെങ്കിൽ അന്ന് ആ ചാർജുള്ള ആളാണ് ഇവരെ പോയി പിടിക്കേണ്ടത്. ഞാൻ ഈ ദുരാത്മാക്കളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെയൊക്കെ പോയി പിടിച്ച് താങ്ങി നിർത്തി എല്ലാം അവർക്ക് വേണ്ടി. അപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദേവദാസൻ പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സഹോദരി നിങ്ങൾ ഉപവസിച്ചു കൊണ്ടിരിക്കുകയാണ്, കുറച്ച് വിഷയങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ എനിക്ക് അറിയത്തുമില്ല, അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉപവസിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ദൈവശബ്ദം കേൾക്കാനും നിങ്ങളുടെ കോളിംഗ് അറിയാനും ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതിന് ഇന്ന് ദൈവം മറുപടി തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഹല്ലേലൂയ. ഞാൻ അതുവരെ അനുഭവിച്ച ടെൻഷനും ഭാരവും എല്ലാം അതോടെ മാറി. ഞാൻ ഓടി തിരിച്ച് ഓട്ടോ പിടിച്ച് അതേ സ്പീഡിൽ ഓടി ദൈവസന്നിധിയിൽ വന്നു. കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വിളിക്കേണ്ട സമയമൊക്കെ ആയി. ഞാനെങ്ങും വിളിക്കാനൊന്നും പോയില്ല. ഞാൻ ഡ്രസ്സ് പോലും മാറാതെ ഓടി ദൈവസന്നിധിയിൽ കയറിയിരുന്നു. കർത്താവ് ഇന്നത് തരാനായിട്ട് പോവല്ലേ. ഞാൻ പ്രാർത്ഥന തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാണ്ട് പഴയത് തന്നെ വന്നുകൊണ്ടിരിക്കും. പിന്നെ കർത്താവ് തരാമെന്ന് പറഞ്ഞാണല്ലോ, പഴയത് തന്നെ വരുവാണ്. എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ വീണ്ടും കരയാൻ തുടങ്ങി, കർത്താവേ ഞാൻ ഫാസ്റ്റിങ് നിർത്താനൊന്നും പോകുന്നില്ല, ഒന്നെങ്കിൽ കർത്താവ് വാഗ്ദത്തം ചെയ്ത് എനിക്ക് തരണം, എനിക്ക് അപ്പൻ്റെ ശബ്ദം കേൾക്കണം. ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ കരയാനായിട്ട് തുടങ്ങി. കുറേ സമയം കരഞ്ഞ് ഞാനിങ്ങനെ അന്യഭാഷ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ പറയുന്ന അന്യഭാഷ എൻ്റെ ഹൃദയത്തിനകത്ത് ആരോ എഴുതാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അയ്യോ, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എനിക്കറിയില്ല. എൻ്റെ അടുത്ത് എപ്പോഴും ഒരു പ്രാർത്ഥന ഡയറി കാണും കേട്ടോ. ഡയറിയും പെന്നും ഞാൻ എപ്പോഴും വെച്ചിരിക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് അത് എഴുതിയെടുക്കാൻ തുടങ്ങി. അയ്യോ, എനിക്ക് മനസ്സിലാവാൻ തുടങ്ങുക സംസാരിക്കുന്നത്. ഞാനങ്ങ് എഴുതിയെടുത്തു. അയ്യോ, എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ പറയുന്ന അന്യഭാഷയാണ്. ഞാനിപ്പോൾ അത് മലയാളത്തിൽ എഴുതുവാണ് ഡയറിക്കകത്ത്. ഹല്ലേലൂയ. എനിക്ക് അന്ന് അടുത്തൊരു വിശ്വാസത്തിലേക്ക് ഞാൻ വരികയായിരുന്നു. അപ്പൻ്റെ സന്നിധിയിൽ വെക്കുന്ന വിഷയം ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. ആ ഒരു മാസം ഞാൻ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് 31 എന്നൊരു ദിവസം ഉണ്ടായിരുന്നു. കർത്താവിന് അറിയാമായിരുന്നു ആ മാസത്തിൻ്റെ ഒടുവിൽ ഞാൻ നിറയ്ക്കുമെന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എപ്പോഴും നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കളഞ്ഞിട്ട് പോകുന്നുണ്ടോന്ന്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മിക്കവാറും ഈ പ്രാർത്ഥിച്ച് എത്ര കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവും കിട്ടുന്നില്ല, അന്യഭാഷയും കിട്ടുന്നില്ല, വ്യാഖ്യാനപരവും കിട്ടുന്നില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യും? കളയും. ഞാൻ നിങ്ങളോട് പറയട്ടെ,
നിങ്ങൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, കർത്താവ് പറഞ്ഞു മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദീർഘക്ഷമയുള്ളവനായാലും തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ഉത്തരമരുളാതിരിക്കുമോ? ഹല്ലേലൂയ. കർത്താവ് ദീർഘക്ഷമയോടെ ഇരിക്കുക. എന്താ ചെയ്യാൻ പോകുന്ന അടുത്ത് നോക്കിക്കൊണ്ട് വിടത്തില്ല. അത് കിട്ടിയിട്ടേ പോകുള്ളൂ എന്ന് കർത്താവിന് മനസ്സിലായാൽ ദൈവം അത് തന്നിരിക്കും. അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം ഇത് വാങ്ങിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അതുപോലെ പലർക്കും പല സാഹചര്യങ്ങളിലാണ് അഭിഷേകം ലഭിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അങ്ങനെ അന്നു മുതൽ ദൈവശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. അന്യഭാഷ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. കർത്താവ് സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങി. ഇത് ഒരു സുപ്രഭാതം കൊണ്ട് പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമല്ല. ഒരു ദിവസം അന്യഭാഷ കിട്ടി, പിറ്റേ ദിവസം വ്യാഖ്യാനം, പിറ്റേ ദിവസം ദൈവശബ്ദം, അങ്ങനെയല്ല കിട്ടിയത്. ഹല്ലേലൂയ. ഞാൻ ഓരോ ആത്മീയ കാര്യത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത് പിശാചുക്കളുടെ മേലുള്ള അധികാരത്തിന് വേണ്ടിയാണ് ഫാസ്റ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളും പൈശാചിക പീഡയാൽ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി വേദനയായിരുന്നു മനസ്സിനകത്ത്. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ അടുക്കൽ വരുന്ന മനുഷ്യർ ഇങ്ങനെ പിശാചിൻ്റെ പീഡയാൽ കഷ്ടപ്പെടരുത്, അവരെ എനിക്ക് ഡെലിവർ ചെയ്യണം, ആ പിശാചുക്കളെ പുറത്താക്കാനായിട്ട് എനിക്ക് അധികാരം തരണമേ എന്ന് പറഞ്ഞായിരുന്നു മൂന്നാമത്തെ എൻ്റെ ഫാസ്റ്റിംഗ്. ഹല്ലേലൂയ. ആ ഫാസ്റ്റിങ്ങിന് ഒടുവിൽ ദൈവം എനിക്ക് ഉത്തരം തരാനായിട്ടിടയായി. ആ ഫാസ്റ്റിങ്ങിന് ശേഷം ദൈവം ആത്മമണ്ഡലത്തിൻ്റെ മേലുള്ള പിശാചുക്കളുടെ മേൽ, അല്ലെങ്കിൽ ദുരാത്മ ശക്തികളുടെ മേൽ, ഈവിൽ സ്പിരിറ്റുകളുടെ മേൽ എനിക്ക് അധികാരം നൽകി. ഹല്ലേലൂയ. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളിലോട്ടൊക്കെ കടക്കാനായിട്ടിടയായിത്തീർന്നത്. അപ്പം എന്ത് കോളിംഗ് നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിലും, നിങ്ങളുടെ ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കണമെങ്കിലും, നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങളത് ദൈവസന്നിധിയിൽ വെച്ച് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കുക. ആ ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. അതിപ്പോൾ മുഴുവൻ സമയം ഫാസ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കഴിയുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫാസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഉത്തരം ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എൻ്റെ ജീവിത പങ്കാളി ഇതിലുണ്ട്. അദ്ദേഹത്തിന് അറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം. ഞാൻ ആദ്യകാലങ്ങളിൽ ഉപവസിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. ഉപവാസത്തിലൊന്നും വിശ്വാസമില്ല, അന്യഭാഷയിൽ വിശ്വാസമില്ലായിരുന്നു, ഒന്നിലും വിശ്വാസമില്ല. എനിക്ക് അന്യഭാഷ ലഭിച്ചു എന്നൊക്കെ അദ്ദേഹത്തോട് ഞാൻ പറയുമ്പോൾ, അന്യഭാഷയോ, അതെന്ത് ഭാഷ, അങ്ങനെ ഒരു ഭാഷയില്ലെന്ന് പറഞ്ഞ ആളാണ് ഇന്ന് ചെറപറ അന്യഭാഷ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്താൽ അസാധ്യമായത് ഒരു കാര്യവും. ഞാൻ ഒരിക്കലും കർത്താവിനോട് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചിട്ടില്ല. അതിന് ഉപവസിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. പക്ഷെ ഉപവസിക്കേണ്ടത് ആത്മമണ്ഡലത്തിൽ പിശാചിൻ്റെ തലയെ തകർക്കാൻ നിങ്ങൾ ഉപവസിക്കുക. കൃപാവരങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുക. ആത്മാവിൻ്റെ ഫലത്താൽ എന്നെ നിറയ്ക്കണേ കർത്താവേ എന്ന് പറയുക. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുക. നിങ്ങൾ ആത്മാവിനാൽ നിറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ കർത്താവ് തരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്റെ പിന്നാലെ വന്നോളും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ദൈവശക്തിയാ, നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ബലമാ. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിശാചിൻ്റെ സാമ്രാജ്യത്തെ തകർക്കണമെങ്കിൽ നമുക്ക് ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനമാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളൊരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇതിനകത്തുള്ള എല്ലാവരെയും ദൈവം അതിനെ വിളിച്ചേക്കുവാണേ. ആരെയും വിശ്വാസിയായിട്ടിരിക്കാൻ വിളിച്ചിട്ടില്ല. ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നവരെല്ലാം കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, നീ എനിക്കായി ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാ സൈന്യത്തിലുള്ള അംഗങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇത്രയും പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ വരുന്നത്. പ്രാർത്ഥനയ്ക്കൊക്കെ തടസ്സം വരാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ടാണ് തടസ്സം വരുന്നത്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പിശാചിനറിയാം നിങ്ങൾ എഴുന്നേൽക്കും, നിങ്ങൾ അനേകരെ എഴുന്നേൽപ്പിക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ശുശ്രൂഷ ചെയ്യാനുള്ള വ്യക്തികളാണ്. നിശ്ചയമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഉപവാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, യേശുവിൻ്റെ അടുക്കൽ ഇരിക്കണം. ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവിനോട് പറയുക, അപ്പാ ഞാൻ ഇത്ര സമയം അവിടുത്തെ മുഖം അന്വേഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഉപവാസത്തോടു കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള ശക്തി ആദ്യം എനിക്ക് തരണം. ആദ്യത്തെ പ്രാർത്ഥന ഇതായിരിക്കണം. ഹല്ലേലൂയ. കർത്താവേ,
അതിനുള്ള ബലം തരണം. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ജഡത്തിന് ബലഹീനതകൾ ഉണ്ടാവും. യേശു പറഞ്ഞു ആത്മാവ് ഒരുക്കമുള്ളതാ, പക്ഷെ ജഡം ബലഹീനമാണ്. നമുക്ക് ക്ഷീണം ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാകും ശരീരത്തിന്. അപ്പോൾ നമുക്ക് ആ ഒരു ബലം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കും, യേശു ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൂതന്മാരെ അയച്ച് ദൈവം എന്ത് ചെയ്തു? ശക്തീകരിച്ചു. അതുപോലെ ദൂതന്മാരെ ദൈവം നമുക്ക് വേണ്ടി അയക്കും. നമ്മൾ തളർന്നു പോകുന്ന സമയത്ത്, ഗതശമനയിൽ കർത്താവ് തളർന്നു പോയ സമയത്ത്, പ്രാർത്ഥനയിൽ തളർന്നു പോയപ്പോൾ പിശാചിനെ ജയിക്കാനായിട്ട് ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തി. അതുപോലെ ഏഞ്ചൽസിനെ അയച്ച് ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ബലമില്ലാതെ ദാനിയേൽ തളർന്നു പോയപ്പോൾ പ്രിയപുരുഷനായ ദാനിയേലെ, നീ ഭയപ്പെടേണ്ട, ശക്തിപ്പെടുക, ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. അതുപോലെ ഏലിയാവ് തളർന്നപ്പോൾ ശക്തിപ്പെടുത്തി, സ്വർഗീയ ഭക്ഷണം നൽകി. അതുപോലെ ദൈവത്തിന് ഇന്നും അസാധ്യമാണോ ആ കാര്യങ്ങൾ? ഒരിക്കലുമില്ല. ഞാൻ തളർന്നു പോകുന്ന സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ബലത്തെ തരണം, ഇപ്പോൾ ശക്തി ഇല്ലാതായിരിക്കുന്നു, ഉപവസിക്കാനായിട്ട് ബലം തരണമേ, ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയില്ല, ചില സമയത്ത് വലിയൊരു സ്പർശനം എൻ്റെ ശരീരത്തിൽ വരുന്നത് പോലെ തോന്നും, ചില സമയത്ത് ഒരു ശക്തി വ്യാപരിക്കുന്ന പോലെ തോന്നും. പിന്നെ ഒരു തളർച്ചയും ഉണ്ടാകില്ല, ഒരു ക്ഷീണം ഉണ്ടാകില്ല. ഞാൻ ഉന്മേഷത്തോടെ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം തോന്നുന്നു, തളർച്ച തോന്നുന്നു എന്ന് തോന്നിയാൽ ഉപവസിക്കുന്ന സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് ബലം ആവശ്യപ്പെടാം, ശക്തി ആവശ്യപ്പെടാം. ദൈവം അത് പകർന്നു തരും. എന്നോട് എപ്പോഴും പരിശുദ്ധാത്മാവ് പറയാറുണ്ട്, ഞാൻ ശക്തി കർത്താവേ ബലം തരണമേ എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ ബലത്താൽ നിന്നെ നിറച്ചിരിക്കുന്നു, ഞാൻ ബലത്തിൻ്റെ ആത്മാവാണ് എന്നോട് പറയാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ബലത്തിൻ്റെ ആത്മാവാണ്, ബലം പകരുന്ന ആത്മാവാണ്, ധൈര്യം പകരുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മളെ നോക്കുന്നത്. ഹല്ലേലൂയ. അപ്പൻ്റെ കരങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഫാസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിനുള്ള ബലത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം, തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ. രാവിലെ ഫാസ്റ്റ് ചെയ്യുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആരാധനയ്ക്ക് എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുക്കുക. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ആരാധിക്കണം. ഒത്തിരി സമയമെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. കാരണം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അത് ഞാനൊരു വചനം പറയുക കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് കാണുന്നത്. അവർ കർത്താവിനെ, നിങ്ങൾ കണ്ടോന്നറിയത്തില്ല, കണ്ടവർക്കായി സ്തോത്രം, ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഉപവാസത്തിൻ്റെ ഒരു അഭിവാജ്യ ഘടകം എന്ന് നമുക്ക് പറയാം ആരാധന. ഉപവസിക്കുമ്പോഴുള്ള ആരാധന വളരെ പവർഫുള്ളാണ്. ഉപവസിക്കുമ്പോഴുള്ള ടങ്സ് വളരെ പവർഫുള്ളാണ്. ഞാൻ ഉപവസിക്കുമ്പോൾ എൻ്റെ ടങ്സിൻ്റെ തലങ്ങൾ മാറാറുണ്ട്. ഹല്ലേലൂയ. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പഴയ ടങ്സ് അല്ല ഞാൻ പറയുന്നത്, മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നതും അല്ലായിരിക്കാം. ശക്തമായ ടങ്സ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും. പ്രൊഫറ്റിക് റലം റിലീസ് ചെയ്യപ്പെടും ടങ്സിൽ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയിൽ ടങ്സിലെ പ്രൊഫറ്റിക് റലമുണ്ട്, പ്രവചിക്കുന്ന ടങ്സുകളുണ്ട്. അത് റിലീസ് ചെയ്യപ്പെടുന്നത് ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിലാണ്. ഹല്ലേലൂയ. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സോളിൽ നിന്ന്, അകത്തെ മനുഷ്യനിൽ നിന്ന് പരിശുദ്ധാത്മാവ് ശക്തിയേറി പ്രവഹിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അതിനുള്ള ഒരു തടസ്സമെന്ന് പറയുന്നത്, നമ്മുടെ ആമാശയത്തിൽ നമ്മൾ ആഹാരം കഴിച്ചിരിക്കുന്ന അവസ്ഥയാവുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ടങ്സിനെ ശരിക്കും തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഹല്ലേലൂയ. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും നമ്മുടെ ഉദരത്തിനുള്ളിൽ നിന്ന്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഔട്ട് ഓഫ് യുവർ ബെല്ലി എന്നാണ് അവിടെ കാണുന്നത്. റിവേഴ്സ് ഷോൾ ഫ്ലോ എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഉദരത്തിൽ നിന്നും, അകത്തെ മനുഷ്യൻ ഇന്നർമേനാണ് എങ്കിലും അവിടെ അങ്ങനെ ഒരു പദമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് അത് പുറപ്പെടുന്ന പോലെ നമുക്കങ്ങനെ അനുഭവിക്കാൻ ശരിക്കും കഴിയും. നമ്മൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ഉത്ഭവിച്ചു വരുന്ന പോലെ തോന്നും. നിങ്ങൾ അങ്ങനെ ശ്രമിക്കുക കേട്ടോ. ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അന്യഭാഷ പറയുമ്പോഴും ഫാസ്റ്റ് ചെയ്യാതെ നിങ്ങൾ അന്യഭാഷ പറയുമ്പോഴും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹല്ലേലൂയ. സ്തോത്രം.
അപ്പോൾ അങ്ങനെ ഒരു റെലം നമ്മുടെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ആകാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് പ്രോഫറ്റിക് റലത്തിലുള്ള ടങ്സുകൾ ഓപ്പൺ ആയത്. അങ്ങനെ ടങ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൊഫസീസ് വായിൽ കൂടി വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് എന്നോട് തന്നെ പ്രവചിക്കുന്നത് പോലെ, അല്ലെങ്കിൽ രാജ്യങ്ങളോടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തക്കവണ്ണം അധരം തുറന്ന് ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ഫ്ലോ ചെയ്യാനായിട്ടൊക്കെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫാസ്റ്റ് ചെയ്യുമ്പോൾ ആരാധിച്ച് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അനോയിൻറ്റിങ് ലെവലിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു. അതുകൊണ്ടാണല്ലോ ടങ്സ് മാറുന്നത്. ഹല്ലേലൂയ. അനോയിൻറ്റിങ്ങിൻ്റെ അളവിന് എന്ത് ചെയ്യുന്നു? വ്യത്യാസം ഉണ്ടാകുന്നു. അത് നിങ്ങൾ തന്നെ തിരിച്ചറിയണം കേട്ടോ. അപ്പോൾ ഞാനത് പറയുന്നതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ അനുഭവിച്ചിട്ട് സിസ്റ്ററെ അങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, എനിക്കും അത് സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ആരാധനയോടുകൂടെ പ്രാർത്ഥിക്കാം. പിന്നെ ഉപവസിക്കുമ്പോൾ ബൈബിൾ പഠിക്കാം, അതിന് തെറ്റില്ല. ഞാൻ 2 രീതിയിൽ ഫാസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന്, ആരാധിക്കും, ടങ്സിൽ പ്രാർത്ഥിക്കും. മനസ്സിലാവുന്നുണ്ട്? ആരാധിക്കും, ടങ്സിൽ പ്രാർത്ഥിക്കും, അങ്ങനെ ഫാസ്റ്റ് ചെയ്യാറുണ്ട് ഉച്ചവരെയൊക്കെ. ആരാധിക്കും, ബൈബിൾ വായിക്കും, അങ്ങനെ ഫാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബൈബിൾ വായനയോട് കൂടി ഉപവാസം ചെയ്യാം, ആരാധിച്ച് ടങ്സ് പ്രയറിലുള്ള ഉപവാസവും ചെയ്യാം. അതിനൊന്നും തെറ്റില്ല. നമ്മളങ്ങനെ വേർതിരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളിപ്പോൾ ഒരാഴ്ച ഉപവസിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഈ ഉപവാസത്തിൽ ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ഓക്കെ, അത് നല്ല കാര്യമാണ്, അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇനി അടുത്തൊരു ഉപവാസം ചെയ്യുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഈ ഉപവാസത്തിൽ ഞാൻ ആരാധിക്കുന്നു, ബൈബിൾ പഠിക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഉപവസിക്കാനായി കഴിയും. എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് പോലെ നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ഫാസ്റ്റിങ്ങോടുകൂടി ബൈബിൾ പഠിക്കുന്നത് വളരെ പവർഫുള്ളാണ്. വളരെ റെവലേഷൻസ് ആ സമയത്ത് ദൈവം നമുക്ക് തരാനായിട്ടിടയാവും. നമ്മളെ വചനം മാറ്റും ആ സമയത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നമ്മെ ക്ലെൻസ് ചെയ്യുന്നു വചനം, നമ്മളെ വചനം ശുദ്ധീകരിക്കുന്നു. വചനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഒന്നാണ്. പക്ഷേ ഫാസ്റ്റ് ചെയ്യാതിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ തുളച്ചു ചെല്ലുന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? എന്നാൽ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് സിരകളിൽ കൂടി ഈ വചനം കയറുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. തീ കത്തുന്നത്, നിങ്ങളുടെ ബോൺസ്, നിങ്ങളുടെ എല്ലുകളിൽ തീ പിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും വചനം അങ്ങനെ ധ്യാനിക്കുമ്പോൾ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഞാൻ ഒരു റെസിപ്പി കാണിച്ചിട്ട് നല്ല സാമ്പാറാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയും പോലെ ആയിപ്പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെയല്ല. അതെ, സുഭാഷ് സിസ്റ്റർ പറയുവാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഒരാൾക്ക് അനുഭവം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ പലരുടെയും മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒരാളുടെ അത് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ, ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്കത് പിന്നെ നിങ്ങൾ ഓടി ഓടി ഫാസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഇതിൻ്റെ ആ ഒരു രസവും നമ്മൾ പറയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓടി ഓടി ഫാസ്റ്റ് ചെയ്യുന്നവർ ഫാസ്റ്റ് ചെയ്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം നിങ്ങളുടെ അസ്ഥിക്ക് തീ പിടിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിനെ അത് കത്തിക്കും. വചനം ധ്യാനിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ കത്തിക്കുന്ന വചനമായിട്ട് ഓരോ വചനവും തീരും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കഴിയുന്നത് തീരുമാനിക്കുക. ആരാധന എന്ന് പറയുന്നത് മസ്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഒരു 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിൽ 1 മണിക്കൂർ കർത്താവിനെ ആരാധിക്കുക. 1 മണിക്കൂർ ബുദ്ധി കൊണ്ട് ആരാധിക്കാം. അന്യഭാഷ ഉള്ളവരെന്ത് ചെയ്യുക? ടങ്സിൽ ആരാധിക്കുക. ടങ്സ് ഇല്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചാണ്ട് ആത്മീയ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സമയമായി ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. നിങ്ങൾക്ക് ഈ വർഷം ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും മറുപടികളൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഓർത്തോണം, ഈ ഉപവാസത്തെ നിങ്ങൾ ആ വിഷയത്തെ വെച്ചോണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ ആ വിഷയം എഴുതിയ ഡയറി അവിടെ വെച്ചാൽ മാത്രം മതി. കർത്താവ് അതിൽ പ്രവർത്തിച്ചോ. ഹല്ലേലൂയ. നിങ്ങൾ ആ വിഷയം എഴുതി കർത്താവ് എന്ത് ചെയ്യുക? ഫാസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ഡയറിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പ്രതിഭാ സിസ്റ്റർ പറയുന്നത്. നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഒരു ഡയറി, ഒരു പേന, ഡയറി വാങ്ങാനില്ലാത്തവർ ഒരു നോട്ട്ബുക്ക് ആയാലും മതി, നിങ്ങൾ കയ്യിൽ കരുതുക. എൻ്റെ കയ്യിൽ എപ്പോഴും ഇതുപോലൊരു ഡയറി ഉണ്ടാകും. ഹല്ലേലൂയ. ഈ വർഷം എനിക്ക് നേരത്തെ ഒരു സഹോദരി ഒരു ഡയറി വാങ്ങി അയച്ചു തന്നു.
സിസ്റ്റർ നേരത്തെ എഴുതിക്കൊന്ന. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കറിയാം കർത്താവ് എവിടെയെങ്കിലും എനിക്ക് വേണ്ടി ഒരുക്കും. ഞാൻ ചില വർഷങ്ങളിൽ മുന്നമേ ഒരു ഡയറി വാങ്ങാനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡയറി വാങ്ങാൻ എൻ്റെ കാശിൽ ഉണ്ടെങ്കിലല്ലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഡയറി വാങ്ങാൻ വേണ്ടി കർത്താവേ ഒരു ഡയറി വാങ്ങാൻ കാശ് തരണേ എന്ന് പറഞ്ഞ് 10 രൂപ കൂട്ടി വെച്ച് ഞാൻ ഡയറി വാങ്ങിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആഗ്രഹമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എഴുതാനായിട്ടുള്ള. ഇന്ന് കർത്താവ് ഫ്രീ ആയിട്ട് ഡയറി തന്നുകൊണ്ടിരിക്കുക. എഴുതിക്കോ എന്ന് പറഞ്ഞു. അതാ കർത്താവിന് വേണ്ടി ഒന്നും ഇല്ലായ്മയിൽ തുടങ്ങിയാൽ എൻ്റെ കർത്താവ് ധാരാളം തന്നു നിങ്ങളെ നിറയ്ക്കും. അങ്ങനെയുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ബുക്കോ ഡയറിയോ വെച്ചിരിക്കുക. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അത് ആവശ്യമാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി എത്ര പേർ ഉപവസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ മാസം? നിശ്ചയം നിങ്ങൾ കേട്ടിരിക്കും. ഹല്ലേലൂയ. നിശ്ചയം നിങ്ങൾ കേട്ടിരിക്കും. നിങ്ങൾ സ്പിരിച്വൽ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാട്ടെ സഹോദരങ്ങളെ. ദൈവം നിങ്ങളെ നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവ് എന്നോട് അപേക്ഷിക്കുന്ന മക്കളെ ഞാൻ തള്ളിക്കളയുമോ? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ എൻ്റെ മക്കളെ മറക്കുമോ? ഹല്ലേലൂയ. അവരുടെ അപേക്ഷ ഞാൻ കേൾക്കാതിരിക്കുമോ? ഹല്ലേലൂയ. ഒരിക്കലുമില്ല. എൻ്റെ കർത്താവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവസന്നിധിയിൽ വരുന്നത് കാത്തപ്പൻ ഇരിക്കുക. എൻ്റെ മകൻ എപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്? ഒരപ്പൻ്റെ സന്തോഷമാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നത് നോക്കിയിരിക്കും എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. സംസാരിക്കാനായിട്ട് എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാമോ? എൻ്റെ അപ്പനോട് സംസാരിക്കാൻ. ഈ ലോകത്തിലൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരു കാലത്തൊക്കെ പുറത്തൊക്കെ പോകാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ഒരു വിവാഹത്തിന് പോലും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കർത്താവേ, അവിടെ അത്രയും സമയം കളയണമല്ലോ എന്ന് വിചാരിക്കും. അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, കാരണം അപ്പൻ്റെ സന്നിധിയിൽ ഇരുന്ന ആ സ്നേഹവും അപ്പൻ്റെ മാർവിലെ ചൂടും നമ്മൾ ആസ്വദിക്കുമ്പോൾ താതൻ്റെ മാർവിലെ ചൂട് വിട്ടിട്ട് നമുക്ക് ഒരിടവും പോകണമെന്ന് തോന്നത്തില്ല. ഹല്ലേലൂയ. അത് ആസ്വദിച്ച് ആ സ്നേഹം നുകർന്ന് കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമ്മുടെ ഈ വർഷത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. മറുപടി കിട്ടാത്ത എല്ലാ വിഷയങ്ങളുടെ മേലും മറുപടി കിട്ടുന്ന ദിവസങ്ങളാക്കി ദൈവം ഇത് മാറ്റട്ടെ സഹോദരങ്ങളെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങൾ കഴിയുന്ന ദിവസങ്ങളിൽ 1 day എങ്കിൽ 1 day, 2 day എങ്കിൽ 2 day, 3 എങ്കിൽ 3, 7 days എങ്കിൽ അത്രയും നിങ്ങൾക്ക് കഴിയുന്ന പോലെ ദൈവസന്നിധിയിലിരുന്ന് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. മാനസാന്തരപ്പെടാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ട് കൈവച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവർ മാനസാന്തരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ദൈവവേല ചെയ്യട്ടെ. ഹല്ലേലൂയ. അവരത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. കർത്താവ് അവരെ കൊണ്ടുവരും. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ മാത്രം മതി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം അവരെ കൊണ്ടുവരും. അതിന് ഉദാഹരണമാണ് എൻ്റെ ജീവിത പങ്കാളി ഇന്ന് എൻ്റെ കൂടെ ആയിരിക്കുന്നത്. അദ്ദേഹം ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത വ്യക്തിയായിരുന്നു. ഞാൻ ദൈവവുമായി കണക്ഷനിലേക്ക് വന്നപ്പോൾ എന്നിലൂടെ ഒഴുകിയ ആത്മശക്തി അദ്ദേഹത്തെയും കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ദൈവം അറിയിച്ചു. അദ്ദേഹം ഇന്നൊരു പാസ്റ്ററായി അനേകം മക്കളെ നേടുന്നവനായി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി വരും, മക്കൾ വരും, അയൽക്കാർ വരും, സഹോദരങ്ങൾ വരും. ഹല്ലേലൂയ. ഇനി ആരൊക്കെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തിയുണ്ട്, ബലമുണ്ട്. പ്രാർത്ഥന നമ്മുടെ കോളിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ കോളിങ്ങിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തും. പുതുവർഷത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെളിപ്പെടുത്തും. ഞാൻ ഈ പുതുവർഷത്തിൻ്റെ ഒടുവിലെല്ലാം, പുതുവർഷത്തിൻ്റെ അല്ല, ഡിസംബർ മാസത്തിൻ്റെ അവസാനം എല്ലാം മിക്കവാറും ഫാസ്റ്റിങ്ങിലൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഡിസംബർ 30, 31 ദൈവം എന്നോട് സംസാരിക്കാനായി തുടങ്ങും. എന്താണ് ഈ വർഷം മിനിസ്ട്രിയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ വർഷം എന്താണ് നീ ചെയ്യേണ്ടത്? ഈ വർഷം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? എല്ലാ കാര്യങ്ങളും ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. സ്വപ്നങ്ങൾ തരും. സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും, വിഷൻസ് ഉണ്ടാകാനായിട്ട് തുടങ്ങും. സ്വപ്നങ്ങൾ ദൈവം നിങ്ങളെ കാണിക്കാനായിട്ട് തുടങ്ങും. ഞാൻ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടത്തക്കവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളുടെ കാലൊടിയുന്നതായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ടു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ പെട്ടെന്ന് അവരെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അവരോട് പറഞ്ഞില്ല ഞാനിങ്ങനെ കണ്ടെന്ന്. അടുത്ത ആഴ്ച അവരെനിക്ക് മെസ്സേജ് ചെയ്തു, സിസ്റ്ററെ ഇങ്ങനെ മോളെ എനിക്ക് കാലൊടിഞ്ഞു പോകേണ്ടായിരുന്നു, കർത്താവ് എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി
ദൈവം എന്നെ അനർത്ഥം കാണിക്കുമായിരുന്നു. പക്ഷെ അവരോട് പറഞ്ഞില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? ദൈവം അവരെ രക്ഷിച്ചു. നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പിശാച് നെയ്യുന്ന വലകളെ, അസ്ത്രങ്ങളെ ദൈവം നിങ്ങൾക്ക് കാണിക്കും. ഹല്ലേലൂയ. അവൻ ഒരുക്കുന്ന പദ്ധതികളെ ദൈവം നേരത്തെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എലീശയ്ക്ക് റിവീൽ ചെയ്തതുപോലെ റിവീൽ ചെയ്യും. അപ്പുറത്ത് പട ഒരുക്കം ആരാം രാജാവ് നടത്തുമ്പോൾ ഇവിടെ ബെഡ്റൂമിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എലീശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരെ, നിങ്ങളുടെ സ്വന്തക്കാർക്കെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ പിശാച് നടത്തുന്ന ആലോചനകളെ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? അതിനെതിരെ പ്രാർത്ഥിക്കും. നിങ്ങളതിനെ ബ്രേക്ക് ചെയ്യും. അവൻ്റെ പദ്ധതി പൊളിയും. ഹല്ലേലൂയ. അതാണ് ഉപവാസത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉപവാസത്തിൽ നിങ്ങൾ കരുത്തുറ്റവരായിത്തീരും, ശക്തിയെ ധരിക്കുന്നവരായിത്തീരും. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ സിംഹം പോലെ ഗർജിക്കുന്നതായിട്ട് സ്വപ്നം കാണും. ഹല്ലേലൂയ. ആത്മമണ്ഡലം വിറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട്. അത് ഫാസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിലാണ്, അല്ലാതല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ശക്തി ആർജിക്കുവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫാസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ നമ്മൾ ആത്മമണ്ഡലത്തിൽ നിന്ന് ശക്തി ആർജിക്കുവാണ്. ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ച് പിശാചിൻ്റെ കോട്ടകളെ തകർക്കാനായിട്ട് എഴുന്നേൽക്കുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിസ്സാരമല്ല ഉപവാസം എന്ന് പറയുന്നത്. പലരും പറയാറുണ്ട് ഉപവസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, അങ്ങ് കർത്താവ് എല്ലാം ചെയ്തല്ലോ, എല്ലാം ഓക്കെയാണ്. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതയ്ക്കുമെന്ന. കർത്താവ് എല്ലാം ചെയ്തല്ലോ, അതുകൊണ്ട് നമ്മൾ വെറുതെ കാലെടുത്ത് വെച്ചാൽ മതി. അങ്ങനല്ല. നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യണം. തല ഉണ്ടെന്ന് പറഞ്ഞ് കൈക്ക് ചെയ്യേണ്ടത് കൈ ചെയ്യണമല്ലോ, അല്ലേ? തല ഉണ്ടെന്ന് പറഞ്ഞ് വായ്ക്ക് ചെയ്യേണ്ടത് ചെയ്യണം. എല്ലാത്തിനും അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട്. കർത്താവ് നമ്മുടെ തലയായിരിക്കുവാണ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് അവയവങ്ങളായ നമ്മൾ ചെയ്തേ പറ്റും. ഹല്ലേലൂയ. ഈ നാളുകളിൽ അപ്പോൾ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയുന്ന അത്രയും സമയം പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ നിങ്ങൾക്ക് അധികാരം തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഓരോ വ്യക്തികൾ, ഇതിനകത്തുള്ള ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ കർത്താവെ അധികാരം തരണമേ, എങ്കിലേ ജയിച്ച് മുന്നേറാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് പിശാച് എന്ന് പറയുമ്പോഴേ പേടിയാണ്. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. പിശാച് എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് പിശാചിനെ പറ്റി കേൾക്കണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. എനിക്കിഷ്ടമല്ല, ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു. എന്നെ കർത്താവ് പിശാചിനെ ഓടിക്കുന്നവളാക്കി എഴുന്നേൽപ്പിച്ചിരിക്കുവാണ്. ഹല്ലേലൂയ. നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തവും ശക്തവുമായ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ മാസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, ഡീമോണിക് റലങ്ങളെ തകർക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആ വരങ്ങളാലും കൃപകളാലും നിറയ്ക്കുകയും ചെയ്യട്ടെ. നമ്മളിനി 1-ാം തീയതി പരസ്പരം കാണത്തുള്ളൂ. അന്നേരം ഞാൻ ചോദിക്കും എത്ര പേര് ആത്മാവിൽ ബലപ്പെട്ടു എന്ന്. എല്ലാവരും എന്നോട് പറയണം. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നിങ്ങൾ വളരുന്നതെന്ന് അറിയുമ്പോഴേ സന്തോഷം. പ്രതിഭാ സിസ്റ്റർ ഒരു പ്രയാസം വരുമ്പോൾ തളർന്നു പോകുന്ന ആളാണ്. ഞാനിന്ന് ഓർത്തു, കർത്താവ് എത്രയും പ്രയാസമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ആ ബലം അകത്ത് വരുന്നോണ്ടാ. ഹല്ലേലൂയ. ആ ശക്തി അകത്ത് വരുന്നോണ്ടാ. അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല. ആദ്യം മടുപ്പ് വരുന്നത് ദൈവത്തോടാ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം മടുപ്പ് വരുന്നത് പ്രാർത്ഥനയോടാ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഉപവാസം ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുവാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമുക്കിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ എന്നെ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ്. ആരെല്ലാമാണോ ഫാസ്റ്റ് ചെയ്യാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരത്തിലേക്ക് തരുന്നു. അങ്ങാണല്ലോ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. കർത്താവേ, അവരൊരു സൈന്യമായി എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നല്ലോ. ഇതിലാരൊക്കെയാണോ ഉപവാസത്തോട് കിട്ടുന്ന സമയങ്ങളിൽ അവർക്ക് കഴിയുന്നത് പോലെ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നത്, കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഒരാത്മാവിൻ്റെ ബലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവെ അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വ്യാഖ്യാന വരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രൊഫറ്റിക് റലങ്ങൾ ഓപ്പണാകാൻ ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ. കർത്താവെ അവരെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഫാസ്റ്റ് ചെയ്യാൻ കഴിയാതെ രോഗങ്ങളായിട്ടുള്ള മക്കളുണ്ട്, അവരെ ആദ്യം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്രാവശ്യം ഫാസ്റ്റ് ചെയ്യുമ്പോൾ
രോഗങ്ങൾ അവരെ ശല്യപ്പെടുത്തരുത്. യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്താൽ അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. പ്രിയമക്കൾ, സന്തോഷത്തോടെ അങ്ങയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ആത്മാവിൻ്റെ വരങ്ങളെയും ഫലങ്ങളെയും എല്ലാം പ്രാപിക്കുന്നവരായിട്ട് പ്രിയ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. അവരൊരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. അങ്ങയുടെ മക്കളെ ദൈവം എഴുന്നേൽപ്പിക്കണം. ഇതിനകത്ത് പ്രായഭേദമന്യേ ആരെല്ലാം കാണുന്നു അവർക്ക് ഉപവസിക്കാനുള്ള ബലം കൊടുത്താട്ടെ. സിംഹത്തെ പോലെ കരുത്തുറ്റവരാക്കി ദൈവം അവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. റബൽ ഹദ്ബോര ബല സീമ ഹദ്ദര ഗലസബര. സൈന്യങ്ങളായി എഴുന്നേൽക്കട്ടെ. ചില അതിരുകളെ അവർ തകർക്കട്ടെ. പിശാചിന്റെ കോട്ടകളെ തകർക്കുന്നവരായി എഴുന്നേൽക്കട്ടെ. കർത്താവേ, ഈ നാളുകളിൽ അവർ ഉപവസിക്കുമ്പോൾ വിശുദ്ധിയുടെ അടുത്ത തലത്തിലേക്ക് അവർ കയറി വരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവർക്കുണ്ടാകട്ടെ. അവരുടെ കുടുംബത്തിലെ പ്രതിസന്ധികൾ തകരട്ടെ. സാമ്പത്തിക മണ്ഡലങ്ങളിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരേതെല്ലാം വിഷയമാണോ ഭാരപ്പെടുന്നത് അതിൻ്റെ എല്ലാം മറുപടികളെ എൻ്റെ കർത്താവ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അത്ഭുത കരങ്ങൾ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്നു. ഞാൻ ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമേ. എല്ലാവരെയും ദൈവം ശക്തിപ്പെടുത്തണമേ. കർത്താവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വീണ്ടും 1-ാം തീയതി നമ്മൾ കാണുന്നവരേക്കും കർത്താവിൻ്റെ ബലവും കൃപയും കൂടെ ഇരിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം ഞാൻ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ശേഷിക്കുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം എന്തൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതെല്ലാം നമുക്ക് 1-ാം തീയതി ഷെയർ ചെയ്യാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിലായിരിക്കുന്ന എല്ലാവരോടും കർത്താവ് സംസാരിക്കാൻ ഇടയായി തീരട്ടെ. വചനത്തിലൂടെ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ശബ്ദത്തിലൂടെ സംസാരിക്കട്ടെ. അന്യഭാഷകൾ ഹൃദയത്തിൽ എഴുതട്ടെ. ഹല്ലേലൂയ. ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.